നമ്മളെ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ സേഫ്റ്റി എന്നൊരു കാര്യം. ഇപ്പം വാഹന വിപണിയിൽ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളും ശരിക്ക് ഇന്ത്യൻ നിയമപ്രകാരമുള്ള സേഫ്റ്റി മെഷർമെൻറ്റ്സ് വരുന്നു. അതുപോലെ തന്നെ ഗ്ലോബൽ എൻക്യാപ്പ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ പാസ്സായി വരുന്നു. അതിലൊക്കെ ധാരാളം സ്റ്റാറുകളൊക്കെ നേടുന്നു എന്നൊക്കെ നിലനിൽക്കുമ്പോഴും ടയർ എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിനകത്തുള്ള നമ്മുടെ സേഫ്റ്റിയുടെ അതുപോലെ തന്നെ നമ്മുടെ റൈഡ് ക്വാളിറ്റിയെ ഒക്കെ തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് പറയേണ്ടി വരും. അത് സംബന്ധിച്ചേ പറ്റുള്ളൂ. ടയർ നമ്മുടെ ഡ്രൈവിനെ സ്വാധീനിക്കുന്നത് വലിയ ഒരു അളവിലാണ് എന്ന് തന്നെ പറയാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിഷലിൻ്റെ ഒരു ഡീലർഷിപ്പിലാണ്. കൊച്ചിയിൽ ഗ്ലോബൽ ടയേഴ്സാണ് മിഷലിൻ ടയറുകൾ ചെയ്യുന്നത്. അവിടെ ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടയർ വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ടയറുകൾക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചെറിയ വിവരണം നൽകുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് മിഷലിൻ്റെ ഡീലർഷിപ്പിലാണുള്ളത്. മിഷലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1989 മിഷലിൻ എന്ന് പറയുന്ന കമ്പനി വാഹന ലോകത്തേക്ക് ടയറുകൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയെന്ന് പറയാം. അതായത് 132 വർഷത്തെ പാരമ്പര്യം ശരിക്കും മിഷലിനുണ്ട്. മാത്രമല്ല ഏകദേശം 250 ബില്യണോളം ടയറുകൾ ഒരു വർഷം മിഷലിൻ വാഹന ലോകത്തേക്ക് പടച്ചു വിടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ഒരു ടയർ നിർമ്മാതാക്കൾ എന്നൊക്കെ വേണമെങ്കിൽ മിഷലിനെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. മാത്രമല്ല ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ടയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് മിഷലിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പറയേണ്ടത് 1946 റേഡിയൽ ടയറുകളെ വാഹന ലോകത്തേക്ക് അവതരിപ്പിക്കുകയും അതിൻ്റെ പേറ്റൻ്റൊക്കെ കീപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് മിഷലിനായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ നമ്മളിപ്പോൾ ഉള്ള ഡീലർഷിപ്പിനകത്ത് ധാരാളം മിഷലിൻ ടയറുകളെയും കാര്യങ്ങളൊക്കെ കാണാം. അതോടൊപ്പം തന്നെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഒരു ടയർ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ശരിക്കും ആ ടയറിനകത്ത് തന്നെ ഇവർ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ടയർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. 205, 55, R60. അത് ശരിക്കും മിഷലിൻ്റെ ഇവിടെ ഉണ്ടോ 215, 60, R16 എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതെന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 215 എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഈ ടയറിൻ്റെ മൊത്തം വിടുത്തിനെയാണ്. അതായത് ഈ വിടുത്തിന് മൊത്തമാണ് 215 എന്ന് പറയുന്നത്. ടോട്ടൽ വിടുത്തിന് ഇപ്പോൾ ചില കേസിൽ ഇതൊക്കെ ഉണ്ടോ അതിങ്ങനെ പുറത്തേക്ക് തള്ളിക്കുന്ന അല്ലെങ്കിൽ ഈ ലെറ്ററൊക്കെ കുറച്ച് പുറത്തേക്ക് തള്ളിക്കുന്ന രൂപത്തിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ടോട്ടൽ വിടുത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വിടുത്ത്, ആ ഒരു വിടുത്തിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 60 എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആസ്പെക്ട് റേഷ്യോ എന്നാണ് പറയുക. അതായത് ഈ ടയറിൻ്റെ ഇതൊരു വീതി. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 215 എന്ന് കാണിക്കുന്നത് മില്ലിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ ഈ 60 എന്ന് കൊടുത്തിട്ടുള്ളത് പേഴ്സൻറ്റേജിലാണ്. അതായത് ഈ ടോട്ടൽ വിഡ്ത്തിൻ്റെ എത്ര ശതമാനം ഈ ഒരു ഭാഗം ഈ ഒരു ആസ്പെക്ട് റേഷ്യോ ഉണ്ട് എന്നുള്ളതിനെയാണ് ഈ ഒരു 60 എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അടുത്തത് പിന്നെ R എന്ന് കാണിക്കുന്നത് ഏത് തരം ടയറാണെന്നുള്ളത് ടയറിൻ്റെ കാറ്റഗറിയാണ് സൂചിപ്പിക്കുന്നത്. ഇതിപ്പോൾ റേഡിയൽ ടയർ ആയതുകൊണ്ട് റേഡിയൽ എന്ന് കാണിക്കുന്നു, അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് കാണിക്കുക. പിന്നെ ഉള്ളത് 16, ഇത് എത്ര ഇഞ്ച് ടയറാണ് എന്നുള്ളതിനാണ് സൂചിപ്പിക്കുന്നത്. അത്രയും കാര്യങ്ങൾ ഇവിടെ കാണാം. ഇനി നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടയർ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് അയാളോട് പറയണം ഏത് റേഷ്യോയിൽ, ഈ 3 നമ്പേഴ്സ് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഏത് റേഷ്യോയിലുള്ള ടയറാണ് നമുക്ക് വേണ്ടത് നമ്മൾ പറയണം. ഓരോ റേഷ്യോ അനുസരിച്ച്, ഇപ്പോൾ ഇത് വലിയ ടയറല്ലേ, ഇനിയിപ്പോൾ എൻ്റെ അടുത്തൊരു ചെറിയ ടയർ, ഇവിടെ ഒരു ചെറിയ ടയറുണ്ടോ, ഇതിനകത്തുള്ള ആസ്പെക്ട് റേഷ്യോയും മറ്റു കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. 100, 80, 17 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ ടയറുകൾക്കും അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനേക്കാളും പ്രൊഫൈൽ കുറഞ്ഞ വേറെ ടയർ എടുക്കുന്ന സമയത്ത് വേറെ നമ്പറായിരിക്കും കാണിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പം നമ്മളുടെ പർപ്പസ് എന്താണ് എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കണം നമ്മൾ ടയറുകൾ തീരുമാനിക്കുന്നത്. ഇനി ചില ടയറുകളുടെ അവസാനത്തിൽ ഇപ്പം ചില നമ്പറുകൾ ഇപ്പോൾ 73T തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകും, 75T തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ എത്ര ലോഡ് ഇതിനകത്ത് കൊള്ളും എന്നുള്ളതാണ്. 75 എന്ന് പറഞ്ഞാൽ 75 കിലോ കൊള്ളും എന്നല്ല അർത്ഥം കേട്ടോ, ലോഡ് ഇൻഡെക്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം പല നമ്പറുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ 85 ആണെന്നുണ്ടെങ്കിൽ 515 കിലോ, 100 ആണെങ്കിൽ 800 കിലോ, 110 ആണെന്നുണ്ടെങ്കിൽ 1060 കിലോ, അങ്ങനെ ഓരോ എത്ര കിലോ കൊള്ളും എന്നുള്ളതിന്. അപ്പോൾ 75 എന്നൊക്കെ കാണുന്ന സമയത്ത് 75 കിലോ ആണ് കൊള്ളുക എന്ന് വിചാരിക്കരുത്. അതുപോലെ തന്നെ T എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡിനെയാണ്, എത്ര കിലോമീറ്റർ ടോപ്പ് സ്പീഡ് വരെ ഇതുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളത്. T ആണെങ്കിൽ 190 കിലോമീറ്റർ/h ആണ്. അതുപോലെ H ആണെങ്കിൽ 210 ആണ്. ഇനി Y ഉണ്ട്, Y ആണെന്നുണ്ടെങ്കിൽ 300 km/h വേഗതയിലൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ടയറിൽ കൊടുത്തിട്ടുള്ള കുറച്ച് സിമ്പലുകളെയാണ് നമ്മൾ, അതായത് നമ്പറുകൾ, അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അപ്പം ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളെ ഡ്രൈവിനിടയിൽ. ആ ഗ്രിപ്പിൻ്റെ ഈ ഒരു ചാല് കണ്ടോ, അവിടെ ഒരു ചാല്, ഈ ചാല് സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരെയാണ് ഈ ടയറിൻ്റെ ആയുസ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ കട്ടല്ലേ, ഈ കട്ട തേഞ്ഞ് പോയിട്ട് ഇതോളം എത്തിക്കഴിഞ്ഞാൽ ആ ടയർ മാറ്റിക്കൊള്ളണം. അല്ല എന്നുണ്ടെങ്കിൽ
നമുക്ക് അപകട സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം അപകടത്തിൽപ്പെടും, ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഗ്രിപ്പ് കിട്ടാത്ത സിറ്റുവേഷൻസ് വരും, അല്ലെങ്കിൽ വെറ്റായ സിറ്റുവേഷനിൽ പാളി പോകും. അതുപോലെ ഓവർ സ്പീഡ് കൂടി വന്നു കഴിഞ്ഞാൽ സ്ലൈഡായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഈ വെട്ടുകളൊക്കെ കൊടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ള പർപ്പസിലാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടയറുകൾക്കും ഒരു നിർമ്മിച്ച ഡേറ്റ് ഉണ്ടായിരിക്കും. അതെങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ കണ്ടോ, 07/21. ഇതിലിപ്പോൾ 07/21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂചിപ്പിക്കുന്നത് ഇത് എന്ന് നിർമ്മിച്ചു എന്നുള്ളതാണ്. അതിനെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 07 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിലെ 7ാമത്തെ ആഴ്ചയാണ് ഈ ടയറിനെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 എന്നുള്ളതിൻ്റെ അവസാനമാണ്. ആ 21, അതായത് 21, അതായത് 2021 7ാമത്തെ ആഴ്ചയാണ് ഈ ടയറിനെ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓരോ ടയറിനുള്ള ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മുതൽ 6 വർഷം വരെയാണെന്ന് പറയാം. അപ്പോൾ നമുക്കൊരു ആവറേജ് എടുക്കുകയാണെങ്കിൽ 5 വർഷമാണ് ഒരു ടയറിന് ആയുസ് എന്ന് പറയാം. ഈ ഒരു 5 വർഷം കഴിഞ്ഞാൽ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റബ്ബറാവുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതായത് കട്ടി കൂടും, റിജിഡ് ആവും. അപ്പോൾ നമ്മൾ വിചാരിച്ച പർപ്പസിലേക്കൊക്കെ എത്താതിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ എപ്പോഴും ടയർ എടുക്കുന്ന സമയത്ത് മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കുക. 5 വർഷം കഴിഞ്ഞ ടയറുകൾ സാധാരണഗതിയിൽ എവിടെയും വിൽക്കാറൊന്നുമില്ല. പക്ഷേ നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന സമയത്ത് വളരെയധികം സൂക്ഷിച്ചെടുക്കുക. ആ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 5 വർഷം 4 to 6 പല കമ്പനികൾക്കനുസരിച്ചും പല നിർമ്മാതാക്കൾക്കനുസരിച്ചും ഒക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ മിഷലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഡിയൽ ടയർ എന്നുള്ളൊരു കോൺസെപ്റ്റിന് ഇംപ്ലിമെൻറ്റ് ചെയ്തത് മിഷലിൻ ആയിരുന്നു. അതുപോലെ തന്നെ ലോകത്തുടനീളം 11,40,000-ഓളം വരുന്ന എംപ്ലോയീസ് മിഷലിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ ഭയങ്കര ട്രസ്റ്റഡ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് മിഷലിൻ. അങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് വാഹന ലോകത്ത് ടയറുകളുടെ ഒരു ടൈക്കൂൺ എന്നൊക്കെ നമുക്ക് മിഷലിനെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പം മിഷലിനെ മാത്രം തിരഞ്ഞെടുത്തത് എന്താണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കൂടെ ഒരു ചെറിയ പ്രൊമോഷൻ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. നമ്മൾ പറഞ്ഞ ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് പറഞ്ഞാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ടയർ എടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഷോറൂം മാനേജർ ബിജോയ് ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്ലോബൽ ടയേഴ്സിൻ്റെ ഓർഡറായിട്ടുള്ള ഫിലിപ്പ് സാറും നമ്മളുടെ കൂടെയുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം, അതായത് ഈ മിഷലിൻ ടയർ എടുത്ത ആളുകളുടെ ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അവർ ഒരുപാട് ഇപ്പോൾ എത്ര വർഷമായിട്ട് ഈ ഗ്ലോബൽ ടയേഴ്സ് 20 years ആയി. 20 years ആയി. അപ്പോൾ 20 yearsനിടയിൽ ഇപ്പം ഈ മിഷലിൻ ടയർ എടുക്കുന്ന ആളുകളുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് പറയാമോ? മിഷലിൻ ടയറുകൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചവർ വീണ്ടും ആ ബ്രാൻഡിൽ നിന്ന് മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ കംഫർട്ട്, സേഫ്റ്റി, എല്ലാ ഫീച്ചേഴ്സും വെച്ച് നോക്കുമ്പോൾ അവർ വൺസ് അത് മിഷലിൻ യൂസ് ചെയ്തിട്ടുള്ളവർ ആ ബ്രാൻഡിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്നതാണ്. അവരൊരിക്കലും ആ ബ്രാൻഡിൽ നിന്ന് മാറുന്നില്ല. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മിഷലിൻ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. പക്ഷേ പല കസ്റ്റമേഴ്സും ഓൾമോസ്റ്റ് ഒരു 8 months-ഓളം വെയിറ്റ് ചെയ്ത് വീണ്ടും ആ ബ്രാൻഡ് തന്നെ വെയിറ്റ് ചെയ്ത്. ശരിക്കും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര ക്വാളിറ്റി ആണല്ലേ ടയറിന്? ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ ഏറ്റവും കംഫർട്ടബിൾ ആണ്. ടയർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഘടകമാണ് ഡ്രൈവിൽ. നമ്മൾ ടയറിൽ മിഷലിൻ എന്ന് പറഞ്ഞാൽ ടയർ ടെക്നോളജിയിൽ അവർ പൈനിയേഴ്സ് ആണല്ലോ. അപ്പോൾ ഏത് പുതിയ ടെക്നോളജി ആണെങ്കിലും അവരാണ് ആദ്യം കൊണ്ടുവരുന്നത്. സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇപ്പം ഈ ഒരു മിഷലിൻ ടയറുകൾ വാങ്ങിയ ആളുകളിൽ നിന്ന് ഇപ്പം സ്റ്റോർ മാനേജർ എന്നുള്ള ആൾക്ക് ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലെടുത്തു പറയാവുന്ന 1-2 കാര്യങ്ങൾ മെൻഷൻ ചെയ്യാവും? അതിൽ കുറച്ചുകൂടെ മീൻസ് ഇപ്പോൾ ഒരു അതർ ബ്രാൻഡ് കുറച്ച് പെർഫോമൻസ് മീൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലും മിഷലിൻ തന്നെയായിരിക്കും. ഒരു പെർഫോമൻസ് എന്ന് കൺസിഡർ ചെയ്യുന്ന ആളുകൾ മിഷലിനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഹൈ എൻഡ് വണ്ടികൾ, അങ്ങനത്തെ വണ്ടികൾ കൂടുതലും മിഷലിൻ തന്നെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം വലിയ വണ്ടിയിലേക്കാണോ അതോ സാധാ കാറുകളിലേക്കാണോ മിഷലിന് ഏറ്റവും കൂടുതൽ സെയിലായി പോകുന്നത്? എല്ലാ സെഗ്മെന്റിലും പോകുന്നുണ്ട്. ഇപ്പോൾ പെർഫോമൻസിലാണ് കൂടുതൽ ആൾക്കാർ. അപ്പോൾ അത് അതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് ശരിക്കും ഹൈലൈറ്റ്. അപ്പോൾ അതായത് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഒരു പുതിയ ടയർ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ടയറിൻ്റെ എക്സ്പയറി ഡേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം മിഷലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.